ദേശീയപാത ആമ്പല്ലൂരിൽ യാത്രാ ദുരിതമേറുന്നു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതോടെ പുതുക്കാട് നിന്നും വരുന്ന വാഹനങ്ങൾക്ക് വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയുവാൻ സംവിധാനമില്ല. ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം യു-ടേൺ തിരിഞ്ഞാണ് വാഹനങ്ങൾ ആമ്പല്ലൂരിലെത്തുന്നത്. പുതുക്കാട് നിന്നും 1.5 കിലോമീറ്റർ ദൂരം കടന്ന് വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയേണ്ടവർ ഇരട്ടി വഴിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഈ വാഹനങ്ങൾ ടോൾ ബൂത്തിന് മുന്നിലെ തിരക്കിൽപ്പെട്ടാൽ യാത്രാ ദുരിതം പിന്നെയും ഇരട്ടിയാവും. ആമ്പല്ലൂർ ജംഗ്ഷനോട് ചേർന്ന് യു-ടേൺ തിരിയാൻ സൗകര്യമൊരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. സർവീസ് റോഡുകളുടെ പണി അടിയന്തരമായി പൂർത്തിയാക്കാൻ ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഇടപെടണമെന്നുമാണ് പ്രധാന ആവശ്യം. ഇപ്പോൾ അടിപ്പാതയ്ക്കായി ഒരു പില്ലറിനായുള്ള കുഴിയെടുക്കലാണ് നടക്കുന്നത്. തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതത്തെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. ദേശീയപാതയുടെ മറുവശത്തു കൂടി കുഴിയെടുത്താൽ ഇരുവശത്തേക്കുമുള്ള വാഹന ഗതാഗതം ദുരിതപൂർണമാകും. മുന്നൊരുക്കങ്ങൾ നടത്താതെ ദേശീയപാത പൊളിച്ചു തുടങ്ങിയതോടെ ആമ്പല്ലൂരിൽ പൊടിശല്യവും രൂക്ഷമാണ്. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണത്തിന് ദേശീയപാത അതോറിറ്റി പറയുന്ന സമയപരിധി 10 മാസമാണ്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ 1 വർഷത്തോളം ആമ്പല്ലൂർ പ്രദേശവാസികളെ കാത്തിരിക്കുന്നത് നീണ്ട യാത്രാ ദുരിതമായിരിക്കും. TCV ന്യൂസ്, പുതുക്കാട്.